അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് mechanical disturbance and injuries to female genital tract unit 6 retroversion എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഈ retroversion എന്ന് പറയുന്നതിന് ഇതിന് എന്തായിരിക്കും എന്തിനെ സംബന്ധിച്ചിട്ട് ഇറ്റ് ഇസ് എ യൂട്രസിനെ സംബന്ധിച്ചിട്ട്. Uterus is not a fixed organ. നമുക്ക് എല്ലാവർക്കും അറിയാം uterus is not a fixed organ. It has a minor variation in position, any direction occur constantly with the changes in posture when uterus rests habitually in position behind the limits of normal variation. It is called displacement. അതായത് uterus not fixed അല്ലായിരിക്കും, അത് fixed organ അല്ല, but അതിന്റെ ബിഹൈൻഡ് ദ ലിമിറ്റ് നോർമൽ വേരിയേഷൻസ് വരുമ്പോഴാണ് അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ എന്താ? അപ്പൊ retroversion എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാർഡി is a term which is used when the long axis of the corpus and cervix are in line and the whole organ turns backwards in relation to the long axis of birth canal. അതായത് ലോങ് ആക്സിസ് ഓഫ് ദി കോർപ്പസും ആൻഡ് അതിന്റെ സെർവിക്സും ഒരു ലൈനിലാണ്. ഈ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഓർഗൻ ടേൺ ബാക്ക്വേർഡ്സ് ഇൻ ഇറ്റ്സ് റിലേഷൻ ടു ദ ലോങ് ആക്സിസ് ഓഫ് ദി ബർത്ത് കനലിലേക്ക് ബാക്ക്വേർഡിലേക്ക് ടേൺ ആവുന്നതിനാണ് retroversion എന്ന് പറയുന്നത്. അപ്പൊ retroflexion എന്ന് പറയുന്നത് സിഗ്നിഫൈസ് ബെൻഡിങ് ബാക്ക്വേർഡ്. Retroflexion എന്ന് പറഞ്ഞാൽ it is bending backward of the corpus or the cervix at the level of internal os. ഇവിടെ കോർപ്പസും സെർവിക്സും at the level of internal osലേക്കാണ് ബെൻഡിങ് ആവുന്നത്. The two conditions are usually present together. ഈ രണ്ട് കണ്ടീഷൻ usually present ആണ് together. അപ്പോൾ they are loosely called retroversion അല്ലെങ്കിൽ retro displacement. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ പൊസിഷൻ ഓഫ് ദ യൂട്രസ് എന്ന് പറയുമ്പോൾ അത് നോർമലി കറക്റ്റ് ആയിട്ട് ഇരിക്കും. റിട്രോവേർട്ടഡ് ആണെങ്കിൽ ഒന്നൊരു ബാക്ക്വേർഡിലായിട്ടായിരിക്കും, അത് രക്തത്തിലായിരിക്കും ചായുന്നത്. അതേപോലെ റിട്രോഫ്ലെക്സ്ഡ് ആണെങ്കിൽ അതും അതേപോലെ ബാക്കിലേക്കായിരിക്കും. ആന്റി വേർട്ടഡ് ആണെങ്കിൽ അത് മുന്നോട്ടായിരിക്കും. ആന്റി ഫ്ലെക്സ് ആയിരുന്നെങ്കിൽ അത് വീണ്ടും യൂട്രസ് നമ്മളുടെ അതായത് നമ്മളുടെ ബ്ലാഡറിന്റെ പുറത്തേക്ക് അത് ചായും. അപ്പൊ ഇതിന്റെ ഹോസ്, ഇന്റർണൽ ഹോസ് എന്ന് പറയുന്നത് ആന്റി വേർട്ടഡിലാണെങ്കിൽ കുറച്ച് നാരോ ആയിരിക്കും. പിന്നെ റെട്രോവേർട്ടഡ് ആണെങ്കിൽ കുറച്ചൊന്ന് ഓപ്പൺഡ് ആയിരിക്കും. ആന്റീരിയർ പ്രൊപ്പോർഷൻ ഉണ്ടാകും, അതൊന്ന് ചാഞ്ഞിരിക്കുന്നതായിരിക്കും. യൂട്രസിന്റെ ബോഡി അല്ലെങ്കിൽ ഫണ്ടസ് ചാഞ്ഞിരിക്കും. നെക്സ്റ്റ് ഇതിന്റെ ഡിഗ്രീസ് ആണ് വരുന്നത്. അപ്പൊ ഡിഗ്രീസ് നോക്കുവാണെങ്കിൽ അതിന് 3 ഡിഗ്രിയാണ്. ഈ 3 ഡിഗ്രിയിൽ ആദ്യത്തെ ഡിഗ്രി എടുക്കുവാണെങ്കിൽ ഇവിടെ ഫണ്ടസ് ഇസ് വെർട്ടിക്കൽ and pointing towards a sacral promontory. ഇവിടെ fundus vertical ആയിരിക്കും and it is pointing towards a sacral promontory ആയിരിക്കും. അപ്പോൾ സെക്കൻഡറി എടുക്കുവാണെങ്കിൽ fundus lies in the sacral hollow. അതായത് fundus വന്നിട്ട് sacral hollow-ലായിരിക്കും ലൈ ചെയ്യുക, and but not below the internal os. അത് below the internal os-ലേക്ക് ചാഞ്ഞ് എടുക്കില്ല. only it lies towards a sacral hollow. തേർഡ് ഡിഗ്രി എടുക്കുവാണെങ്കിൽ the fundus lies below the level of internal os. ഇതാണ് ഏറ്റവും താഴെ, അതായത് ഫണ്ടസ് ബിലോ ദ ലെവൽ ഓഫ് ഇന്റർണൽ ഓസിലേക്കായിരിക്കും ഇത് ചാഞ്ഞിരിക്കുക. അപ്പൊ ഇതിന്റെ കോസസ് ഇതൊക്കെയായിരിക്കും. ഇതിന്റെ കോസസ് നോക്കുവാണെങ്കിൽ ഇതിൽ രണ്ടായിട്ടുണ്ട്. ഡെവലപ്മെന്റിലും പിന്നെ വന്നിട്ട് അക്യൂർഡും. ഡെവലപ്മെന്റിൽ എന്ന് പറയുന്നത് റിട്രോ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി എ നോർമൽ ക്വൈറ്റ് കോമൺ ഇൻ ഫീറ്റസ് ആൻഡ് യങ് ചിൽഡ്രൻ. It is due to the developmental defect, ആവുകയാണെങ്കിൽ the lack of tone of the uterine muscle. Uterine muscle tone കുറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ the infantile position is trained ആയിരിക്കാം. And this is often associated, ഇത് കൂടുതലും associated ആവുന്നത് short vagina ആയിരിക്കും, the shallow anterior vaginal cortex. Short vagina with the shallow anterior vaginal cortex. പിന്നെ ഇതിൽ അക്യൂർഡ് നോക്കുവാണെങ്കിൽ അക്യൂർഡിനകത്ത് പ്യൂട്രൽ ഉണ്ട്, അതായത് പ്യൂട്രൽ ഉണ്ട്, പിന്നെ പ്രൊലാപ്സ് ആയിട്ട് ആവാം, പിന്നെ ട്യൂമർ ആയിട്ട് വരാം, പിന്നെ പെൽവിക് ആയിട്ട് വരാം. പ്യൂട്രൽ നോക്കുവാണെങ്കിൽ ലൈക്ക് സ്ട്രെച്ച്ഡ് ലിഗമെന്റ്സ് കോസ്ഡ് ബൈ ചൈൽഡ് ബർത്ത് ഒക്കെ ആവുന്ന സമയത്ത് ലിഗമെന്റ്സ് കണ്ടാവുന്ന സ്ട്രെച്ച് ആവും. പിന്നെ അത് ഇറ്റ് ഫെയിൽ ടു കീപ് ദ യൂട്രസ് ഇൻ നോർമൽ പൊസിഷൻ. അപ്പം യൂട്രസിനെ നോർമൽ പൊസിഷനിലേക്ക് വെക്കാൻ അത് difficult. Some involuted bulky uterus aggravates the condition.
ഇതിപ്പം ഈ ഒരു stretched ligaments ആകുമ്പം due to the childbirth, which is caused due to the childbirth ആകുമ്പം അവിടെ ന്യൂട്രസ് നോർമൽ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് സബ് ഇൻവോലേറ്റഡ് ആകും. ഈ സബ് ഇൻവോലേറ്റഡ് ആകുമ്പോൾ ബൾക്കി യൂട്രസ് ആകും. പിന്നെ ഇത് leads to the aggregates the condition. പിന്നെ വരുന്നത് ഇതിന്റെ പ്രൊലാപ്സ്. പ്രൊലാപ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഇംപ്ലിക്കേറ്റഡ് ഇൻ ദ പാത്തോഫിസിയോളജി ഓഫ് പ്രൊലാപ്സ്, which is mechanically caused by traction following cystosis. ഇത് മെക്കാനിക്കലി ആയിരിക്കും caused by any kind of traction like സിസ്റ്റോസിലൊക്കെ ഉള്ളപ്പോൾ സിസ്റ്റോസിൽ ട്രാക്ഷൻ കൊണ്ട് ആവാനുള്ളത് പ്രൊലാപ്സ്. പിന്നെ ട്യൂമർ എന്ന് പറയുന്നത് either by like fibroid tumors അല്ലെങ്കിൽ either in the anterior or posterior wall produces heaviness of the uterus and hence it falls behind. ഈ ട്യൂമർ ഫോം ആയി കഴിയുമ്പോൾ ലൈക്ക് ഫൈബ്രോയിഡ് ട്യൂമേഴ്സ് ഒക്കെ അവിടെ എല്ലാം in the anterior and posterior wall heavy ആയിട്ടുണ്ടായിരിക്കും and hence the uterus will fall behind. പിന്നെ pelvic adhesion എന്ന് പറഞ്ഞാൽ either inflammatory ആവാം like due to pelvic endometriosis അല്ലെങ്കിൽ pull the uterus posterior. ഇതിൽ pull the uterus posterior. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇതിന് ഇൻസിഡൻസ്. അപ്പോൾ ഇതിന് ഇൻസിഡൻസ് എന്ന് പറയുന്നത് retroversion is present in about 15 to 20% of normal women ഇത് കാണാം. പിന്നെ ക്ലിനിക്കൽ പ്രസന്റേഷൻ നോക്കുമ്പോൾ ഇതിന്റെ കണ്ടീഷൻ has been classified as either mobile അല്ലെങ്കിൽ ഫിക്സ്ഡ്. രണ്ടായിട്ട്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മൊബൈലും അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും. അത് അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അൺകോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ബൈ പെൽവിക് ഡിസീസ് എന്ന് പറയാം. ഇപ്പൊ മൊബൈൽ റിട്രോവേർട്ടഡ് യൂട്രസ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്വൈറ്റ് കോമൺ ആയിരിക്കും. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഓൾവേസ് റിമെയിൻസ് asymptomatic. ഈ മൊബൈൽ റിട്രോവേർട്ടഡ് യൂട്രസിൽ ലൈക്ക് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് asymptomatic ആയിരിക്കും. ഇറ്റ് ഇസ് ക്വൈറ്റ് കോമൺ ആയിരിക്കും. പിന്നെ ലൈക്ക് അതർ സിംറ്റംസ് ലൈക്ക് ക്രോണിക് പ്രീമെൻസ്ട്രൽ പെൽവിക് പെയിൻ ഉണ്ടാവാം, പിന്നെ ബാക്ക് ഏക്ക് ഉണ്ടാവാം, ഡിസ്പെർമിയം ഉണ്ടാവാം, പിന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. പിന്നെ ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത് സയൻസ് സയൻസ് നോക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പേഷ്യന്റിനടുത്ത് empty ചെയ്യണം, അതായത് ബ്ലാഡർ എംറ്റി ചെയ്യണം prior to the internal examination, which is very mandatory. അപ്പോൾ നമ്മൾ പേഷ്യന്റിനോട് emptying of the bladder മസ്റ്റ് ആയിട്ട് ചെയ്യിക്കണം, that is before internal examination. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ലൈക്ക് ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഇറ്റ് റിലീവ്സ് ഇത് അതിൽ നമുക്ക് കാണാം ഇറ്റ് റിവീൽസ് ദി cervix is directed upward and forward. ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ cervix upward forward ആയിരിക്കും. Body of the uterus is felt through the posterior fornix ആയിരിക്കും നമുക്ക് body of the uterus feel ചെയ്യാം. അപ്പോൾ speculum examination reveals the cervix comes in view much easily and external os points forward. ഇവിടെ speculum examination ചെയ്യുമ്പോൾ cervix comes very in view, നമുക്ക് കാണാം cervixനെ കാണാം, but easily and external os points forward. external os ഇവിടെ മുന്നോട്ടായിരിക്കും forward ചെയ്യുന്നത്. Rectal examination ചെയ്യുമ്പോൾ it helps to confirm the diagnosis. ഇതാണ് ഇതിന്റെ മൊബൈൽ റിട്രോവേർട്ടഡ് യൂട്രസ്. അപ്പോൾ ഫിക്സ്ഡ് റിട്രോവേർഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഫിക്സ്ഡ് റിട്രോവേർഷനകത്ത് symptoms are related to the associated pelvic pathology. pelvic pathology അനുസരിച്ചിരിക്കുന്ന symptoms വരുന്നത് like menstrual abnormalities like menorrhagia അല്ലെങ്കിൽ congestive dysmenorrhea, chronic pelvic pain or dyspareunia are usually associated. ഇപ്പോൾ ഇതിനകത്ത് either it is fixed അല്ലെങ്കിൽ mobile ഏതായാലും can be elicited. whether uterus is fixed അല്ലെങ്കിൽ mobile ആയാലും it can be elicited by attempting to replace it. Then replace it by moving the cervix backward and pushing the fundus upward. Rectal examination may be more effective to elicit the findings. Rectal examination നമുക്ക് കൂടുതലായിട്ട് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഈ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിനകത്ത് the retro displacement may be confused ആണ്, നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നോക്കുമ്പോൾ ഡ്യൂ ടു ദി ഹാർഡ് ഫീക്കൽ മാസ് ഇൻ ദി റെക്ടം, ഡ്യൂ ടു ദി ഹാർഡ് fecal mass with the rectum and small fibroid on the posterior wall of the uterus and small ovarian cyst in the pouch of Douglas. നമ്മൾ നോക്കുന്നത് പ്രിവെൻഷനും ആൻഡ് ട്രീറ്റ്മെന്റും. പിന്നെ ഇതിന്റെ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഫോളോയിങ് ദ ഗൈഡൻസ് ആൻഡ് ഹെൽപ്പ് ഡ്യൂറിംഗ് ദ
after abortion or childbirth. അപ്പം ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ അബോർഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ലൈൻസ് നമ്മൾ മാനേജ്മെന്റ് നോക്കണം. ലൈക്ക് പെൽവിക് ഫ്ലോർ മസിൽസ് അല്ലെങ്കിൽ സൈക്ലിംഗ് മസിൽസ്, മസിൽ സൈക്ലിംഗ് എക്സസൈസ് ഒക്കെ നമ്മൾ നോക്കും. അതല്ലാതെ ടു എംപ്റ്റി ദ ബ്ലാഡർ റെഗുലർലി, നമ്മൾ റെഗുലർ ആയിട്ട് എംപ്റ്റി ചെയ്യണം ബ്ലാഡർ. ആൻഡ് ടു ഇൻക്രീസ് ദി ടോൺ ഓഫ് ദ മസിൽ, പെൽവിക് മസിൽ, നമ്മൾ we have to increase അതിനായിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം. ലൈക്ക് പെൽവിക് മസിൽ എക്സസൈസ് ടു ഇൻക്രീസ് ദി ടോൺ ഓഫ് ദി പെൽവിക് മസിൽ ആൻഡ് ടു എൻകറേജ് ലൈ ഇൻ എ പ്രോൺ പൊസിഷൻ. നമ്മൾ പേഷ്യന്റിനെ എൻകറേജ് ചെയ്യണം ടു ലൈ ഇൻ എ പ്രോൺ പൊസിഷൻ ഫോർ ഹാഫ് ടു 1 hour. ഒരു ഹാഫ് ആൻ അവർ ടു 1 hour വരെയും നമ്മൾ പേഷ്യന്റിനെ പ്രോൺ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് once or twice daily, ഒരിക്കൽ അല്ലെങ്കിൽ twice daily between 2 and 4 weeks postpartum. 2 weeks and 4 weeks postpartum നമ്മൾ ചെയ്തിരിക്കും. പിന്നെ കറക്റ്റീവ് ട്രീറ്റ്മെന്റ്. ഈ കറക്റ്റീവ് ട്രീറ്റ്മെന്റിനകത്ത് പെസറി ഉണ്ട്, പിന്നെ സർജിക്കൽ. പെസറി എന്ന് പറയുന്നത് ഇസ് ലെസ് കോമൺലി യൂസ്ഡ് ഇൻ ഗൈനക്കോളജിക്കൽ പ്രാക്ടീസ്. ലെസ് കോമൺലി ആണ് ഗൈനക്കോളജിക്കൽ പ്രാക്ടീസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ ബി ഇൻഡിക്കേറ്റഡ് like for a pessary test ഉപയോഗിക്കാൻ, or a sub-involution of uterus, അല്ലെങ്കിൽ in pregnancy with spontaneous correction to anteversion fails by 12 weeks. Anteversion fail ആവുകയാണെങ്കിൽ 12th week spontaneous correction വേണ്ടി നമുക്ക് pessaries ഉപയോഗിക്കാം. Usually Horton-Smith pessary is used. Usually Horton-Smith pessary ആണ് ഉപയോഗിക്കുന്നത്. The pessary acts by stretching the uterosacral ligament so has to pull the cervix backward. അപ്പം ഇവിടെ Horton-Smith pessary ആണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ it acts as a stretching the uterosacral ligament. ഇത് stretching the uterosacral ligament so has to pull the cervix backward. അത് cervixനെ backwardലേക്ക് pull ചെയ്ത് വെക്കും. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലേ. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെന്റ് നോക്കുന്നതിന് ഞാനൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് പെസറി ഇൻസേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിംഗ് പെസറി എങ്ങനെയുണ്ടായിരിക്കും, അതെങ്ങനെയാണ് നമ്മളുടെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പം സർജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ കേസ് വേർ ദ പെസറി ടെസ്റ്റ് പോസിറ്റീവ് indicating that the symptoms are due to retroversion. Fixed retroverted uterus providing or producing symptoms like backache അല്ലെങ്കിൽ dyspareunia. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് പോകുന്നത്. അതായത് പെസറി ടെസ്റ്റ് ഇസ് പോസിറ്റീവ് ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ദ സിംപ്റ്റംസ് ആർ ഡ്യൂ ടു retroversion and other symptoms like back pain, dyspareunia ഉണ്ട്. ഫിക്സ്ഡ് retroverted uterus. ആ ഒരു സമയത്താണ് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെന്റിന് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന സർജിക്കൽ കറക്ഷൻ എന്ന് പറയുന്നത് വെൻട്രോ സസ്പെൻഷൻ ഓഫ് ദി യൂട്രസ്. വെൻട്രോ സസ്പെൻഷൻ ഓഫ് ദി യൂട്രസ് ആണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് റൗണ്ട് ലിഗമെന്റ് ഓഫ് ദ ബോത്ത് സൈഡ് ഓഫ് എക്സ്ട്രാപെരിറ്റോണിയലി ടു ദ അണ്ടർ സർഫേസ് ഓഫ് ദ ആന്റീരിയർ റെക്ടൽ സ്ട്രീറ്റ്. അതായത് ക്ലിഫ്റ്റിംഗ്, അതായത് വലിച്ചു വയ്ക്കുന്നത്. അതായത് റൗണ്ട് ലിഗമെന്റ് ഓഫ് ദ ബോത്ത് സൈഡ് ഓഫ് ദി എക്സ്ട്രാപെരിറ്റോണിയൽ and to the under surface of the anterior rectal sheath, and this will pull the uterus forward. It will pull the uterus forward and it will maintain it permanently in the same position. So this procedure this uterus forward like vary. At the same time it will maintain it's permanently in the same position. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിട്രോവേർഷൻ ആകുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയിക്കുക.